إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സാംസ്കാരിക നായകർ, മുത്തഅല്ലിം സഹോദരങ്ങൾ, മാന്യ സഹോദരീ സഹോദരന്മാർ, ഒരായിരം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തിരുരങ്ങാടിയുടെ ഹൃദയഭാഗത്ത്, തിരുരങ്ങാടിയുടെ പൗഢിക്കും പ്രതാപത്തിനും അനുയോജ്യമായ അതിമനോഹരമായ സൗകര്യപ്രദമായ ഒരു പള്ളി തിരുരങ്ങാടി മേലേച്ചിന ടൗണിന്റെ ഹൃദയഭാഗത്ത് പടുത്തുയർത്തി നാളെ അതിഗംഭീര ഉദ്ഘാടന സമ്മേളനവും ഇവിടെ നടക്കാനിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചരിത്ര സമ്മേളനം, ചരിത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പരിശുദ്ധമായ ഫുർഖാനുൽ അദീമിന്റെ 114 അധ്യായങ്ങളാണ്, 60 ഹിസ്ബുകളാണ്, 30 ജുസുകളാണ്, 6600 ചില്ലറ ആയത്തുകളാണ്. പക്ഷേ ഖുർആനിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3. ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ആധികാരിക ശബ്ദമായ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹു തആല തങ്ങൾ ലോകപ്രശസ്തമായ തഫ്സീർ റാസിയിൽ പറയുന്നത്, إن مقاصد القرآن منحصرة في 3: العقائد والأحكام والقصص. ഖുർആന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3 നിക്ഷിപ്തമാണ്. 1, വിശ്വാസങ്ങൾ. 2, കർമ്മങ്ങൾ. 3, ചരിത്രങ്ങൾ. ഇത് 3 വിശദീകരിക്കുക. ഖുർആനിൽ 1000-ലേറെ ചരിത്രങ്ങൾ കാണാം. മൻ ലൈസ ലഹു മാദിൻ ലൈസ ലഹു ഹാദിറുൻ വലാ മുസ്തഖ്ബിൽ. ഭൂതകാലത്തെക്കുറിച്ചറിയാത്തവർക്ക് വർത്തമാനകാലം ഭാവിയും പച്ചപിടിപ്പിക്കാൻ കഴിയില്ല. മൻ വഅ അഖ്ബാറ മൻ ഖദ് മളാ അല്ലാഹു ഇലാ ഉംദിഹി അഅ്മാറ മൻ ഖദ് മളാ. പൂർവികരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും ബൈഹാർട്ടാക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ വയസ്സിലേക്ക്
പൂർവീകരുടെ വയസ്സുകൂടി ലഭിച്ചതിന് തുല്യമാണ്. 10, 30, 60, 70, 80 വയസ്സ് മാത്രം ജീവിക്കുന്ന ഈ സമൂഹത്തിന് കുറഞ്ഞ കാലാനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ പൂർവികർ വാപ്പ ജീവിച്ച ആ കാലത്തെ സംഭവങ്ങളും അതിന്റെ ചരിത്രങ്ങളും നന്നായി അറിഞ്ഞാൽ ആ വാപ്പയുടെ ആയുസ് കൂടി നമ്മുടെ ആയുസ്സിലേക്ക് കൂട്ടാം. അങ്ങനെ ഓരോ കാലങ്ങളും വസ്തുനിഷ്ഠമായി പഠിച്ചാൽ അതാത് കാലങ്ങളിലെ ആയുസ് നമ്മുടെ ആയുസ്സിലേക്ക് കൂട്ടിച്ചേർക്കാം. യഥാർത്ഥത്തിൽ കേരള ജനത മലയാളികളുടെ ഏറ്റവും വലിയ ന്യൂനതകളിൽ ഒന്നാണ് ചരിത്രത്തെക്കുറിച്ച് ബോധമില്ല എന്നത്. എന്തിനേറെ ഈ ഇരിക്കുന്ന ആളുകളോട് വാപ്പമാരെക്കുറിച്ച് പറഞ്ഞാൽ ചോദിച്ചാൽ 100% ആളുകൾ പറയും വാപ്പയുടെ വാപ്പയെക്കുറിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് 90% ആളുകൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ വാപ്പയുടെ വിവരങ്ങൾ അന്വേഷിച്ചാൽ പറയാൻ കഴിയുന്നവർ 25% ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നാലാമത്തെ വാപ്പയുടെ പേര് ചോദിച്ചാൽ ചരിത്രങ്ങൾ അന്വേഷിച്ചാൽ 1% പറയാൻ കഴിയുമോ? നാലാമത്തെ വാപ്പ ഇല്ലാതെ വന്നവരല്ലല്ലോ ഈ കൂടിയവരാരും. കേരളത്തിന് പണ്ടുകാലം തൊട്ടേ ഈ വിഷയത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്നൊരവസ്ഥ. അതേ സ്ഥാനത്ത് അറബികൾ പൂർവീക കാലം തൊട്ടേ ചരിത്രങ്ങൾ നന്നായി പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയുടെ പേര് ഈ കൂടിയ ആളുകളെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും എന്നല്ല മറ്റു മതസ്ഥർക്കും പറയാൻ കഴിയും. അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച്, അവരുടെ വാപ്പ ഹാഷിമിനെ കുറിച്ച്, അവരുടെ വാപ്പ അബ്ദുമനാഫിനെ കുറിച്ച്, അവരുടെ വാപ്പ ഖുസൈനെ കുറിച്ച്, അവരുടെ വാപ്പ കിലാബിനെ കുറിച്ച്, അങ്ങനെ 20 പാപ്പമാരുടെ ചരിത്രങ്ങൾ എല്ലാവരും പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് അബൂ നാബിൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വരെയുള്ള 56 പാപ്പമാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചരിത്രം അറിയാതിരുന്നത്? കേരളത്തിന് ചരിത്രമെന്ന ദിശാബോധം നൽകിയത് യഥാർത്ഥത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായി 506-ാമത്തെയോ 7-ാമത്തെയോ ആണ്ടാണോ
ഈ ശഅബാൻ മാസം. ഇതേ വർഷത്തിലാണ് മഹാനായ ജുബൈർ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ ജീവിച്ച സമയത്താണ് യൂറോപ്പിൽ നിന്ന് ആദ്യമായി വാസ്കോ ഡി ഗാമ നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് അല്ലെങ്കിൽ കാപ്പാട് ബീച്ചിലെത്തിയത്. 1498 വാസ്കോ ഡി ഗാമ ഇവിടെ വന്ന് ഇന്ത്യക്കെന്തുണ്ടായി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1498 മുമ്പ് ഇന്ത്യയില് യൂറോപ്പിന് അറിയില്ലായിരുന്നു, വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വാസ്കോ ഡി ഗാമക്ക് ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഇബ്നു മാജിദ്. മഴ എല്ലാവരും ഒന്ന് അടുത്തിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് അടുത്തേക്കിരിക്കുകയാണ്. പരമാവധി മഴ വർഷിക്കുന്നത് കൊണ്ട് ഉള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യം. ഇബ്നു മാജിദ് റഹിമഹുല്ലാഹു തആല തങ്ങളാണ്. അതേ സ്ഥാനത്ത് അതിന്റെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ ഇവിടെ വരാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അറബികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. വാസ്കോ ഡി ഗാമ കോഴിക്കോട് വന്നിറങ്ങുന്നതിന് മുമ്പ് യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കാലത്ത് കേരളത്തിൽ നിന്ന് തേക്ക് മരവും ആനക്കൊമ്പും കൊണ്ടുപോയി സംഭവം ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്രയും കാലം കേരളത്തിൽ ധാരാളം അറബികൾ വന്നിറങ്ങി താമസിച്ചു. ധാരാളം യമനി സാദാത്തുക്കൾ ഹളറമൗത്തിൽ നിന്ന് 30ഓളം ഖബീലകൾ ശിഹാബ്, ആലു ജമലുൽ ലൈലി, വഫഖീഹ്, ഐദീദ്, സഖാഫ് തുടങ്ങി 30ഓളം ഖബീലകൾ ഈ 300 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ബുഖാരി സാദാത്തുക്കൾ വന്നിട്ടുണ്ട്, മഖ്ദൂമുമാർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരാരും തന്നെ
കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം അവരവരുടെ രാജ്യത്തിന്റെ കോളനിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഇവിടെ കൊള്ളയടിച്ചിട്ടില്ല. അവർ ഇവിടെ അക്രമങ്ങളും അനീതികളും ചെയ്തിട്ടില്ല. അവർ വന്ന ലക്ഷക്കണക്കിന് പൂർവികർ നാടിന് ധാരാളം നന്മകൾ ചൊരിക മാത്രമാണ് ചെയ്തത്. ഇവിടുത്തെ കുരുമുളകിനും ഏലത്തിനും ഇഞ്ചിക്കും അതുപോലെയുള്ള കേരളോൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകി അവർ അതാത് നാടുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നാട് അവർ നിമിത്തം പച്ചപിടിക്കുകയാണ്, രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതേ സ്ഥാനത്ത് നമ്മുടെ രാജ്യം ഇന്നും അനുഭവിക്കുന്ന അധപ്പതനവും പരാജയത്തിന്റെയും കാരണം യൂറോപ്യൻസ് മാറി മാറി ഇവരോടുകൂടെ അവരെ കൊള്ളയടിക്കാൻ തുടങ്ങി. അവർ ഇവിടെ പല രാജ്യങ്ങളുടെയും കോളനിയാക്കി മാറ്റി. ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ഇവിടെ നടന്നു. 10,000-കണക്കിന് വിധവകൾ, ലക്ഷക്കണക്കിന് അനാഥകൾ എന്നും ഈ പരാജയത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രക്ഷപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നിഷേധിക്കാൻ സാധ്യമല്ല. അതേ സ്ഥാനത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വാസ്കോ ഡി ഗാമയുടെ കാലത്താണെങ്കിലും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ചരിത്രമെന്ന് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അടുത്ത കാലത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ചരിത്രകാരനായിരുന്ന ഗോവിന്ദപിള്ള പറഞ്ഞു, ചരിത്ര രചനയിലെന്നല്ല ചരിത്ര പഠനത്തിന് തന്നെ തുടക്കമിട്ടത് സൈനുദ്ദീനാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. മൂലം അറബിയിലാണെങ്കിലും വിഷയം ചരിത്രമായിരുന്നു. ഇന്ന് കേരള ജനതയ്ക്ക് ചരിത്രം ആശ്രയിക്കണമെങ്കിൽ ആദ്യമായൊരു ഗ്രന്ഥമെടുക്കാനുള്ളത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. ഇത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് കേരളത്തിന് ഈ സംസ്കാരം പഠിപ്പിക്കുന്നത്. പക്ഷേ കേരളം എന്നും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഘടകമാണ് നമ്മുടെ പൂർവികർ നിലനിർത്തിയിരുന്ന ആണ്ടുകളും മൂറൂസുകളും നേർച്ചകളും. ലോകത്ത് 165 കോടി മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പമാരെ കുറിച്ചറിയാൻ കഴിയുന്നു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1400 വർഷം കഴിഞ്ഞില്ലേ? അവിടത്തെ ഉപ്പാപ്പമാർ മരിച്ചിട്ട് 1500-ഉം 600-ഉം 700-ഉം കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ നാലാമത്തെ ഉപ്പാപ്പ മരിച്ചിട്ട് 75-ഓ 80-ഓ കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ നാലാമത്തെ ഉപ്പാപ്പയുടെ പേര് പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എല്ലാ റബീഉൽ അവ്വലിലും നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ മൗലിദ് നടക്കുമ്പോൾ, മൗലിദ് സമ്മേളനം നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ അയവിറക്കുകയാണ്. അതറിയാതെ പുസ്തക പാഠങ്ങളല്ലാതെ ജീവിത പാഠങ്ങളായി അതവരുടെ നിത്യജീവിതത്തിലേക്ക് ലയിച്ചു ചേരുകയാണ്. ഇവിടെ കൂടി ആരോട് ചോദിച്ചാലും
ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ അസം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വഫാത്തായി എന്ന് ചോദിച്ചാൽ റബീഉൽ ആഖിർ 11 എന്ന് എല്ലാവരും മറുപടി പറയും. അത് ജീലാനി ഖൗസുൽ അസം തങ്ങളുടെ നേർച്ച ഇവിടെ നടക്കുന്നത് കൊണ്ട്. ഖുത്ബുസ്സമാൻ മംബ്രം തങ്ങൾ വഫാത്തായി ഏകദേശം 180ഓളം വർഷങ്ങളായെങ്കിലും അതെന്നാണെന്ന് ചോദിച്ചാൽ മുഹറം മാസത്തിലാണ് 6-നാണെന്ന് എല്ലാവരും മറുപടി പറയും. കാരണം മമ്പുറം തങ്ങളുടെ നേർച്ച നടക്കുന്നത് കൊണ്ട്. അങ്ങനെ ഓരോ നേർച്ചകളും നടക്കുന്നിടത്ത് നമുക്കത് പറയാൻ കഴിയും. നേർച്ച വേണ്ട, ഉറൂസ് വേണ്ട, മൗലിദ് വേണ്ട എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായി ഇസ്ലാമിനെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് എന്ന് സാന്ദർഭികമായി ഓർക്കണമെന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് കാപ്പാട്ട് നിന്ന് ഒരു 5-8 പ്രവർത്തകർ വന്നു. അവർ മുഖവും രൂപവും ഭാവവും കണ്ടാൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അനുഭാവികളല്ല, വിരോധികളാണ് എന്ന് വളരെ വ്യക്തമാകുന്ന രൂപത്തിലാണ്. ഒരു വെള്ളിയാഴ്ചയാണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. അതിൽ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വന്നവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്, അവരൊക്കെ പലരും ബി.എഡ് കഴിഞ്ഞവരാണ്, ബികോം കഴിഞ്ഞവരാണ്, പല വിഷയങ്ങളിലും PG കഴിഞ്ഞവരാണ്. ഇങ്ങനെ കുറെ ചെറുപ്പക്കാരെ എഡ്യൂക്കേറ്റഡായ ക്വാളിഫൈഡ് ആയ ആളുകളെ കിട്ടുമ്പോ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. വീട്ടിൽ നന്നായി സൽക്കരിച്ച് വിഷയങ്ങൾ തുടങ്ങി. കോഴിക്കോട് കാപ്പാട്, വാസ്കോഡി ഗാമയുടെ ചരിത്രം, ഇതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബാപ്പമാരുടെ പേര്, ഉപ്പാപ്പമാരുടെ പേര് ആർക്ക് പറയാൻ കഴിയും? എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ചരിത്രം നഷ്ടപ്പെട്ടു പോയത് കേരളത്തിൽ എന്തുകൊണ്ട്? ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നമ്മുടെ മഹത്വ